ഹായ് ഗേയ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കുക്കർ ചിക്കനാണ്. ആദ്യം നമ്മൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കുക. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു ഏലക്കായി, ചെറിയ കഷ്ണം പട്ട, 2 പൂവ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നല്ല ജീരകവും കുറച്ച് പെരുംജീരകവും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കുരുമുളക് പൊടി, 1 സ്പൂൺ സുർക്ക. നേരത്തെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയാ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇനി ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചിക്കനിൽ നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ 2 ചിക്കനും നല്ലതുപോലെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 hours later. ഇപ്പോൾ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പും ആവാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. കല്ലുപ്പ് ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് വാഴൻ്റെ ഇല ഈ കല്ലുപ്പിൻ്റെ മുകളിലാക്കി കണ്ട് നല്ലതുപോലെ ആക്കി കൊടുക്കുക. വാഴൻ്റെ ഇല്ലെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ വാഴൻ്റെ ഇലയിൽ ചെറിയ വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒന്നും കൂടി ഒരു വാഴൻ്റെ ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ 2 കാലും ഒരു നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുക്കറിലേക്ക് ചിക്കൻ ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെക്കുമ്പോൾ ഈ കുക്കറിൻ്റെ സൈഡിലൊക്കെ തട്ടാത്ത രീതിയിൽ വേണം വെക്കാൻ. കുക്കറിൻ്റെ വിസിലും വാസറും എടുത്തിട്ട് വേണം നമ്മൾ കുക്കറിൽ വെക്കാൻ. 40 മിനിറ്റാണ് ഇതിന് നമുക്ക് വേവാനുള്ള ടൈം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.